ഓക്കെ, വെൽക്കം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. അതായത് വിൻഡോസ് ഇൻസ്റ്റാളേഷന് ശേഷം എങ്ങനെയാണ് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം നമ്മളിപ്പോൾ ഈ വിൻഡോസ് സിസ്റ്റത്തിലാണുള്ളത്. നമ്മൾ റീസ്റ്റാർട്ട് കൊടുക്കുന്നു. റീസ്റ്റാർട്ട് കൊടുത്ത് അത് ഫസ്റ്റ് ടൈം ഓൺ ആകുന്ന സമയത്ത്, അതായത് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഓൺ ആകുന്ന ആ സമയത്ത് തന്നെ നമ്മൾ F12 അടിക്കുന്നു. F12 അടിച്ച് പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ F12 പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് F12 പ്രസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബൂട്ട് മെനു കിട്ടില്ല, വൺ ടൈം ബൂട്ട് മെനു കിട്ടില്ല. അപ്പോൾ നമ്മൾ F12 മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ പ്രസ് ചെയ്തപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ വീണ്ടും ബൂട്ട് മെനു കിട്ടി. ഇനി നമ്മൾ വീണ്ടും പോകേണ്ടത്, ഇപ്പോൾ അവിടെ വിൻഡോസ് ബൂട്ട് മാനേജർ കാണാം, ഉബുണ്ടു ഒക്കെ കാണാം. അതൊന്നല്ല, നമുക്ക് UEFI വെൻട്രക്കോ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. നമ്മൾ ഉബുണ്ടു ഇവിടെ ലോഡാവില്ല. ഇനി നമ്മൾ എടുക്കേണ്ടത് വെൻട്രക്കോ പ്രൊഡക്റ്റ് കോഡ് 2.00 എന്ന ഈ ഒരു നമ്മുടെ പെൻഡ്രൈവാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വെൻഡോയിൽ വരും. അവിടെ വീണ്ടും നമ്മൾ നേരത്തെ കണ്ട പോലെ വിൻഡോസും ഉണ്ടാവും, ഉബുണ്ടുവും ഉണ്ടാവും. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഉബുണ്ടു ആണ്. എൻ്റർ കൊടുക്കുന്നു, ബൂട്ട് നോർമൽ മോഡ് കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇനി ഇവിടെ ഇത് നമ്മൾ ഗ്രബ് വരുന്നു, ഇവിടെ ഉബുണ്ടു കൊടുത്ത് എൻ്റർ ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ വരും. Ctrl+C അടിച്ച് നമുക്കിത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇത് ലോഡായി വരാൻ കുറച്ച് സമയം എടുക്കും. അതിനുശേഷം ഇൻസ്റ്റാൾ ഉബുണ്ടു എന്നുണ്ടാവും, ട്രൈ ഉബുണ്ടു എന്നുണ്ടാവും. നമ്മൾ ഇൻസ്റ്റാൾ ഉബുണ്ടു കൊടുക്കുന്നു, ശേഷം ഇംഗ്ലീഷ് US കൊടുക്കുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. കണക്ട് ചെയ്യാതെ പോകുന്നതാണ് അതിൽ ഉത്തമം. അതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. നോർമൽ ഇൻസ്റ്റാളേഷനാണ്. മിനിമൽ ഇൻസ്റ്റാളേഷനിൽ ഓപ്പൺ ഓഫീസ് പോലത്തെ ഓഫീസ് സംബന്ധമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നോർമൽ ഇൻസ്റ്റാളേഷൻ കണ്ടിന്യൂ കൊടുക്കുന്നു. കുറച്ച് സമയം ഇവിടെയും എടുക്കുന്നതാണ്. അതിനുശേഷം ഇൻസ്റ്റാളേഷൻ, ഇവിടെ ഇൻസ്റ്റാൾ ഉബുണ്ടു എലോങ് സൈഡ് എന്ന് പറയും. ഇത് നമുക്ക് എലോങ് സൈഡ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇൻസ്റ്റാളേഷൻ പ്രൊസീഡായി കിട്ടുന്നതാണ്. പക്ഷേ അത് അഡ്വാൻസ് ലെവലല്ല, ബേസിക് ലെവലാണ്. നമ്മൾ BTech സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അഡ്വാൻസ് ലെവൽ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എറൈസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ ഡിസ്കിലെ, ഈ ഹാർഡ് ഡിസ്കിലെ എല്ലാ ഡാറ്റയും നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച വിൻഡോസ് വോയിസും മറ്റ് പാർട്ടീഷനൊക്കെ കളഞ്ഞതിന് ശേഷം ഒറ്റ പാർട്ടീഷൻ ആയിക്കൊണ്ട് ഇത് ലിനക്സിന് ഇൻസ്റ്റാൾ ചെയ്യും, അല്ലെങ്കിൽ ഉബുണ്ടുവിന് ഇൻസ്റ്റാൾ ചെയ്യും. അതാണ് എറൈസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന് കാണിക്കുന്നത്. സംതിങ് എൽസ് കൊടുത്താണ് നമുക്ക് പോവേണ്ടത്. ഇപ്പോൾ നമുക്ക് നേരത്തെ കാണിച്ച പോലെ ഒരു പാർട്ടീഷൻ ടേബിൾ കാണാം. ഇതിൽ ആദ്യം കാണുന്നത് വെൻഡോയ് മാപ്പ്, നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന USB ആണ്. അതൊന്നും നമ്മൾ നോക്കണ്ട. ബാക്കിയുള്ള ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള NTFSൻ്റെ ഒരു ഇത് കാണാം. ആ ഒരു 554, 104, 16, 1MB ഇതൊക്കെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിൻഡോസിൻ്റെ പാർട്ടീഷനുകളാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ഡിവൈസുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. SDB ആണ് നമ്മുടെ പെൻഡ്രൈവ്, അതായത് നമ്മുടെ പെൻഡ്രൈവ്. SDA നമ്മുടെ ഹാർഡ് ഡിസ്ക് ആണ്. ഇതൊക്കെ നമുക്കിവിടെ മനസ്സിലാവും. SDA2 എന്ന് പറയുന്നത് രണ്ടാമത്തെ പാർട്ടീഷനാണ്. ആ പാർട്ടീഷനിലാണ് വിൻഡോസ് ബൂട്ട് മാനേജർ കിടക്കുന്നത്. ഒരു 104 MB ഉള്ള ബൂട്ട് മാനേജർ അവിടെയാണ് കിടക്കുന്നത്. സോ അതിലൊന്നും നമ്മൾ ഡിലീറ്റ് ചെയ്യുക, ആഡ് ചെയ്യുകയൊന്നും ചെയ്യാൻ പാടില്ല. SDA4ലാണ് നമ്മൾ കാണുക. SDA4ലാണ് നമ്മുടെ വിൻഡോസ് OS ഇൻസ്റ്റാൾ ചെയ്തത്. അത് യൂസ്ഡ് എന്ന് പറഞ്ഞ് അവിടെ കാണിക്കുന്നത് 16 GB അത് യൂസ് ചെയ്തിട്ടുണ്ട്. 16 GB അതിൽ വിൻഡോസ് ഇൻസ്റ്റാളേഷന് ശേഷം 8 GB വരുന്ന വിൻഡോസ്, അത് പിന്നെ അതിൻ്റെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 16 GB വരുന്നത് നമുക്കവിടെ കാണാം. അതായത് 250 GB നിന്ന് 15 GB കുറഞ്ഞു പോയിട്ടുണ്ട്. അതായിരിക്കും വിൻഡോസ് പാർട്ടീഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കുക. ഇവിടെ ടൈപ്പ് കാണുന്നുണ്ട് NTFS എന്ന് പറയുന്നത് വിൻഡോസിൻ്റെ ഫയൽ സിസ്റ്റമാണ്. പിന്നെ SDA5 നമുക്ക് കാണാം. SDA5 എന്ന് പറയുന്നത് അഞ്ചാമത്തെ അതായത് SDA എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഡിവൈസിൻ്റെ അഞ്ചാമത്തെ പാർട്ടീഷനാണ് അവിടെ SDA എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പിന്നെ ഫ്രീ സ്പേസ് കാണാൻ പറ്റും. ഈ ഫ്രീ സ്പേസിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്വാപ്പ് ഏരിയ കൊടുക്കണം. ലിനക്സ് ഇൻസ്റ്റാളേഷനിൽ ഒരു സ്വാപ്പ് എന്ന കൺസെപ്റ്റ് ഉണ്ട്. അത് കൂടുതൽ റാമിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പോർഷൻ മാറ്റി വെക്കുന്നതാണ്. സ്വാപ്പ് ഏരിയ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എത്രയാണോ റാം ഉള്ളത് അതിൻ്റെ ഇരട്ടി കൊടുക്കാറാണ് ഇതിൻ്റെ പതിവ്. ഹാർഡ് ഡിസ്ക് സ്പേസ് കുറവാണെങ്കിൽ നമുക്ക് റാമിനോട് കൊടുത്താലും മതിയാവും. ഇനി ഈ സ്വാപ്പ് കൊടുത്തില്ലെങ്കിലും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇതൊരു മാൻഡേറ്ററി അല്ല, പക്ഷേ
ഒരു നല്ല പ്രാക്ടീസ് എന്ന നിലയ്ക്ക് നമ്മൾ സ്വാപ്പ് കൊടുക്കുന്നതാണ് ഉത്തമം. അതുകൊണ്ട് നമ്മൾ ഇത് 8 GB റാമുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 16 GB ആണ് ഇതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത്. സ്വാപ്പ് ഏരിയ യൂസ് ആസ് എ സ്വാപ്പ് ഏരിയ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ 16 GB ഉള്ള ഒരു സ്വാപ്പ് ഏരിയ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ പാർട്ടീഷൻ്റെ അകത്ത് ഫ്രീ സ്പേസിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, ഇനിയും എൻ്റെ അവിടെ ഫ്രീ സ്പേസ് കിടക്കുന്നുണ്ട്. ഞാൻ അതെന്ത് ചെയ്യുന്നു, പ്ലസ് ബട്ടൺ അമർത്തി അതിൽ നിന്നും ഒരു 250 GB ഉബുണ്ടു OS ഇൻസ്റ്റാളേഷൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ മൗണ്ട് പോയിൻ്റ് റൂട്ടാക്കി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് OS ഇൻസ്റ്റാളേഷൻ പ്രൊസീഡ് ചെയ്യാൻ കഴിയില്ല. EST4 ആയിരിക്കണം അതിൻ്റെ ഫയൽ സിസ്റ്റം. ഇപ്പോൾ നമുക്ക് കാണാം SDA7 എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടിഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൽ EST4 ആണ് അതിൻ്റെ ഫയൽ സിസ്റ്റം. മൗണ്ട് പോയിൻ്റ് റൂട്ടാണ്. 250 GB ആണ് നമുക്കവിടെ കാണാം. ഇൻസ്റ്റാൾ നൗ കൊടുക്കുന്നു. അപ്പോൾ ചോദിക്കുന്നു ഇത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റയൊക്കെ പോകും എന്ന് പറയും. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുന്നു. ശേഷം നമുക്ക് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. ദെൻ നമുക്ക് യൂസർ നെയിം എന്താണോ ആ സിസ്റ്റത്തിൻ്റെ യൂസർ നെയിം ഞാൻ IT വർക്ക്ഷോപ്പ് എന്ന് കൊടുക്കുന്നു. നമുക്ക് എന്താണോ നമ്മുടെ ഇതിൻ്റെ നെയിം വേണ്ടത് അത് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ അതിനൊരു പാസ്വേഡ് നമ്മൾ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ സിസ്റ്റത്തിൻ്റെ നെയിം എന്താണ് വേണ്ടത്, അതായത് നമ്മൾ ടെർമിനൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് നെയിമായിട്ട് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. കമ്പ്യൂട്ടർ നെയിമാണ്, ഒന്ന് യൂസർ നെയിമാണ്. രണ്ടും വ്യത്യാസമുണ്ട്. കണ്ടിന്യൂ കൊടുക്കുന്നു. ഒന്ന് സിസ്റ്റത്തിൻ്റെ നെയിമാണ് നമ്മളവിടെ പറയുന്നത്. ഒന്ന് അത് നമ്മൾ ടെർമിനലൊക്കെ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും സിസ്റ്റത്തിൻ്റെ നെയിമിലായിരിക്കും, അതായത് user@the system എന്നായിരിക്കും നമുക്ക് പറയുക. അതായത് ഈ സിസ്റ്റത്തിലെ ഇന്ന യൂസർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഹോസ്റ്റ് നെയിമാണ് നമ്മൾ പറയും അവിടെ കൊടുക്കുന്ന കമ്പ്യൂട്ടർ നെയിം, ഡിവൈസ് നെയിം എന്നൊക്കെ പറഞ്ഞ അവിടെ OS ഇൻസ്റ്റാളേഷന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ കുറച്ച് സമയം നമ്മൾ നേരത്തെ ഇൻസ്റ്റാളേഷൻ പ്രൊസീഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അത്ര തന്നെ ഏകദേശം സമയം നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു പ്രൊസീഡിങ്സിനായിട്ട് വേണ്ടതുണ്ട്. സോ അതുവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഫാസ്റ്റ് അടിച്ച് വിടുകയാണ്. നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് നമുക്കൊരു മെസ്സേജ് ചെയ്തു. സോ റീസ്റ്റാർട്ട് ചെയ്യുന്നു.